ഇന്ന് ഞായറാഴ്ച രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വയറ്റിലേക്ക് ചെല്ലുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായ. ശീലമായതുകൊണ്ടാണോ അറിയില്ല, ഇതില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉഷാറുണ്ടാവില്ല. വെറുതെ ഒരു ചായ അല്ല കേട്ടോ, ഓരോ സിപ്പിനിടയിലും ഒരു ഗ്യാപ്പുണ്ട്. മൈൻഡ് കാമാക്കുന്നതിൻ്റെ, ചിന്തകളെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഗ്യാപ്പാണ്. ഇന്ന് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രഭാതമാണ് എന്നെ വരവേൽക്കുന്നത്. കാരണം ഇന്ന് ഞാൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ആ ഒരു വൈബ് ഒന്ന് കാണാം, പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം നടന്നിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു ദിവസമെങ്കിലും ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കണം. അതിന് പറ്റിയതാണ് സൺഡേ എന്ന് പറയുന്നത്. സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നെൻ്റെ കൂടെ നടക്കാൻ പെങ്ങളുടെ മോനും കൂടെ ഉണ്ട്. ശാന്തമായ അന്തരീക്ഷം, പ്രകൃതിയിലെ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ, വേറെ അനാവശ്യമായിട്ടുള്ള ഒരു കോലാഹലങ്ങളുമില്ല. രാവിലത്തെ 1 മുതൽ 2 മണിക്കൂർ വരെയുള്ള ഈ ഒരു സമയത്തെയാണ് ഗോൾഡൻ ഹവർ എന്ന് പറയും. ഈ സമയം സോഷ്യൽ മീഡിയയിൽ കയറിയും പത്രം വായിച്ചും വാർത്തകൾ കണ്ടും മൈൻഡിൽ രാവിലെ തന്നെ മുഴുവൻ നെഗറ്റീവുകൾ കുത്തി നിറക്കേണ്ട സമയമേ അല്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഗോൾഡൻ ഹവർ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഉണ്ടാവും നിങ്ങളുടെ ഭാവി ജീവിതം. നിങ്ങൾക്കറിയോ, ഭൂരിഭാഗം ആളുകളും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാനുള്ള കാരണം അവർക്കുണ്ടായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങളാണ്. അത് നന്നായിട്ട് അവർ അനുഭവിച്ചതുകൊണ്ടാണ്. സ്ട്രെസ്സ്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഓവർ തിങ്കിങ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടാണ് പല ആളുകളും ഇന്ന് നിത്യരോഗികളായി മാറിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മോർണിംഗിനെ ഒന്ന് മനോഹരമാക്കി നോക്കൂ. മാനസികമായും ശാരീരികമായും ഒരു ഹെൽത്തി ലൈഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ഈ തോടൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാനൊന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലെ തോടും പാടവരമ്പൊക്കെ ഒന്ന് മനോഹരമാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് രാവിലെ നടക്കാനിറങ്ങാനും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്കെന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ നാട്ടിലുള്ളവർക്ക് ഇത് വലിയ കാര്യമായി തോന്നണമെന്നില്ല. അത് പിന്നെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.